ഹായ്. അപ്പോൾ നമ്മൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 10 റോസിൻ്റെ കോംബോ ആണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ സെൻറ്റഡ് റോസാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് ഈ ഒരു റോസിന്. നമ്മുടെ പനിനീറോളം സ്മെല്ല് വരുന്നൊരു വെറൈറ്റിയാണ് ഈ സെൻറ്റഡ് റോസ് എന്ന് പറയുന്നത്. നിറയെ പൂക്കളുണ്ടാവും. ഇതിൻ്റെ ലീഫൊക്കെ വന്നിട്ടൊരു വയലറ്റ് അല്ല, ഒരു മെറൂൺ ഷെയ്ഡാണ്. രണ്ടാമത്തെ റോസ് എന്ന് പറയുന്നത് നന്നായിട്ട് പൂക്കൾ വരുന്ന വൈറ്റ് ക്രീപ്പറാണ്. ഈ ഒരു തൂവെള്ള നിറത്തിലുള്ള കൊലയായിട്ട് പൂക്കൾ പിടിക്കുന്ന വൈറ്റ് ക്രീപ്പർ റോസിൻ്റെ തൈകളാണ് കോംബോയിൽ രണ്ടാമതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് 10 റോസുകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മൾ വെക്കാറുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണ് കേട്ടോ, ഒഴിവാക്കിയിട്ടുള്ളതാണ്. മൂന്നാമതായിട്ട് 7 ഡേയ്സ് റോസാണ്. 7 ഡേയ്സ് എന്ന് പറയുമ്പോൾ 7 ദിവസം വരെ കൊഴിയാതെ വാടാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു 7 ഡേയ്സ് റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഈ ഒരു 7 ഡേയ്സ്. അടുത്തതായിട്ടുള്ളത് ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് കേട്ടോ. ഡബിൾ പെറ്റൽ എന്ന് പറയുമ്പോൾ 2 ലെയറാണ് ഉണ്ടാവുക. ഇതാണ് പൂക്കൾ. ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. നമ്മൾ ഈ ഒരു കോംബോയിൽ ക്രീപ്പർ റോസ് 2 എണ്ണം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വൈറ്റ് ക്രീപ്പർ, രണ്ടാമതായിട്ട് ഈ ഒരു ഡബിൾ പെറ്റൽ ക്രീപ്പർ. ഇപ്പോൾ പുതുതായിട്ടൊക്കെ റോസ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്ക് കാണുമെന്നുണ്ടെങ്കിൽ 10 റോസ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗാർഡനിൽ അത്യാവശ്യം വയ്ക്കാനുള്ള പ്ലാന്റ്സ് ആവുമല്ലോ. അപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസാണ്. മുല്ലപ്പൂ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. നല്ല തൂവെള്ള നിറമാണ് വരുന്നത്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, പക്ഷേ ബഞ്ചായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ടൊരു രസമാണ് കേട്ടോ. കമ്മൽ റോസാണ്. വൈറ്റ് 2 എണ്ണം വരുന്നുണ്ട്. ഒന്ന് വൈറ്റ് ക്ലൈംബറും അതുപോലെ തന്നെ ഈ ഒരു മിനിയേച്ചറാണ്. അടുത്തതായിട്ട് ഏതാണ് ഇതിൻ്റെ ഐഡി വിട്ടുപോയി കേട്ടോ പെട്ടെന്ന്. ഫ്ലോറിബണ്ട റിച്ച് റെഡാണ്. ഇത് കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു റോസാണ് കേട്ടോ. നിറയെ പൂക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്ലോറിബണ്ട റിച്ച് റെഡിൻ്റെത് ഒരു മീഡിയം സൈസ് പ്ലാന്റ് തൈകളാണ് കേട്ടോ ഉള്ളത്. ഒരുപാട് വലിപ്പമില്ല, അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള തൈകളാണ് ഫ്ലോറിബണ്ട റിച്ച് റെഡിൻ്റെത് ഉള്ളത്. നല്ലൊരു വെറൈറ്റിയാണ്. ഡാർക്ക് ആയിട്ടുള്ള റെഡ് ഷെയ്ഡാണ്. നമ്മുടെ കോംബോയിൽ അങ്ങനെ കൊണ്ടുവരാത്തൊരു വെറൈറ്റിയാണ് ഫ്ലോറിബണ്ട റിച്ച് റെഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കോംബോയിൽ ഫ്ലോറിബണ്ട റിച്ച് റെഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പനിനീർ റോസാണ്. നല്ല ഭംഗിയാണ്. അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പനിനീർ റോസിൻ്റെ വരുന്നത്. സ്മെല്ല് കാരണം നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കോമൺ ആയിട്ട് കാണുന്നൊരു റോസ് വെറൈറ്റിയാണ്. എന്നാൽ നമ്മൾ തൈകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പിടിച്ച് കിട്ടാത്തൊരു വെറൈറ്റി കൂടെയാണ് പനിനീർ റോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു റോസിന് ഒരുപാട് ഫാൻസ് ഉള്ളത് കേട്ടോ ഈ ഒരു റോസിന്. പിന്നെയുള്ളത് കൊത്തുമഞ്ഞ റോസാണ്. കൊത്തുമഞ്ഞ അല്ലാന്നുണ്ടെങ്കിൽ കൊത്ത് ഓറഞ്ച്, പിന്നെ ആ പിങ്ക് ഷെയ്ഡ്, ഇതിലേതെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിരിക്കും കൊത്തുമഞ്ഞയുടെ കൂടെ. കൊത്തുമഞ്ഞ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതായിട്ട് വെക്കുന്നത് കേട്ടോ. പിന്നെയുള്ളത് ഓർക്കിഡ് റോസാണ്. കൊലയായിട്ട് പൂക്കളുണ്ടാവുന്ന ഓർക്കിഡ് റോസാണ്. ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും. ഓർക്കിഡ് റോസിന് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ്. പിന്നെ ഫൈനലായിട്ട് നമ്മുടെ കോംബോയിൽ വരുന്നത് പട്ട് റോസാണ് കേട്ടോ. ഇതും നല്ല സ്മെല്ലുള്ളൊരു റോസ് വെറൈറ്റിയാണ്. ഇത് ഈ കളറിലും വരാറുണ്ട്, ഡാർക്ക് മജന്ത ഷെയ്ഡിലും വരാറുണ്ട്. കോംബോ വരുന്നത് 500 രൂപയാണ് കേട്ടോ.